ജേർണി. അന്നക്കുട്ടി ഒരു യുവതിയായി വളർന്നതോറും പ്രകൃതിനാഥൻ അവളെ സമൃദ്ധമായി സൗന്ദര്യം നൽകി. പണവും പഠിപ്പും സ്വഭാവ ഗുണവുമുള്ള ഒരാളിന് അവളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്നായിരുന്നു അവളുടെ വളർത്തമ്മയുടെ ആഗ്രഹം. പക്ഷേ വിവാഹത്തെക്കാൾ മരണമെന്നതായിരുന്നു അന്നക്കുട്ടിയുടെ മനോഭാവം. ചെറുപുഷ്പത്തിന്റെ ജീവചരിത്രം വായിച്ച അന്നു മുതൽ അവളെപ്പോൾ ഒരു വിശുദ്ധിയാകണമെന്ന് അന്നക്കുട്ടി ആഗ്രഹിച്ചിരുന്നു. കന്യാസ്ത്രീയായി വിരക്തജീവിതം നയിക്കണമെന്ന് ഒരിക്കലൊരു കന്യാസ്ത്രീ അവൾ ഉപദേശിച്ചു. തന്റെ അടുത്ത് തനിച്ചു വന്ന് അങ്ങനെ ഉപദേശിച്ചത് ചെറുപുഷ്പം തന്നെയായിരുന്നുവെന്ന് അവൾ വിശ്വസിച്ചു. എന്നാൽ അവളെ മടക്കി നയിക്കുന്നതിനേക്കാൾ മരിക്കാനാണ് തനിക്കിഷ്ടമെന്നായിരുന്നു ആ അമ്മയുടെ ശാഠ്യം. തന്റെ സൗന്ദര്യമാണ് എല്ലാത്തിനും കാരണം. തന്റെ സൗന്ദര്യത്തിന് കളങ്കം ചാർത്തുക മാത്രമേ പോംവഴിയായിട്ടുള്ളൂ എന്ന് അവൾ വിശ്വസിച്ചു. അതിനായി അവൾ തീക്കുള്ളിലേക്ക് ചാടി. അവൾ അതിലേക്ക് തെന്നി വീണു. അവൾക്ക് ഏറെ പൊള്ളലേറ്റു. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അത് ഭേദമായത്. ഈശോയെ തന്നെ മണവാളനായി സ്വീകരിക്കാൻ വേണ്ടി തന്റെ സൗന്ദര്യത്തിന് കളങ്കം ചാർത്താൻ വരെ അൽഫോൻസാമ്മ തയ്യാറായി. കൂട്ടുകാരെ, നമുക്കും അൽഫോൻസാമ്മയെ പോലെ ഈശോയ്ക്ക് വേണ്ടി കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ ഏറ്റെടുക്കാം.